ഹലോ മച്ചന്മാരെ, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ബെഡ്റൂമിൽ നിന്ന് ഹോളിലാട്ടോ ഇന്നലെ രാത്രി കിടന്നത്. ചൂടെടുത്തിട്ട് ആ ഫാനും കറങ്ങുന്നില്ല. പിന്നെ കുഞ്ഞിപ്പെണ്ണ് ഇന്നലെ ആവശ്യമായിട്ട് കിടന്നു. ഞാൻ ദീപൻ്റെ സൈഡിൽ കുഞ്ഞിപ്പെണ്ണ് തല തിരിച്ചിട്ട് അപ്പുറത്തേക്കും കാലൊക്കെ ദീപണ്ണിൻ്റെ മേത്തൊക്കെ ആയിട്ട് ഉരുണ്ടും പറഞ്ഞ് കളിക്കുകയായിരുന്നു. അതുകൊണ്ട് നിൽക്കുന്നത് ഇപ്പോഴൊന്നും നിൽക്കൂല. അപ്പോൾ ദീപണ്ണ് താഴെ പോയി, ഞാൻ ഇവിടെ കിടക്കുന്നു. കുഞ്ഞിപ്പെണ്ണ് എൻ്റെ അടുത്ത് അത് നിൽക്കുന്നു. അത് ഇത്ര നേരം ഒരു ഉറുമ്പിനെ എടുത്തിട്ട് കളിക്കുകയാണ്. ആ ഉറുമ്പിനെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ തപ്പി നടക്കുക. ഇന്ന് നല്ല അടിപൊളി മഞ്ഞാണ് നമ്മുടെ അവിടെ. അല്ല, മഞ്ഞുണ്ടാവാറുള്ള പ്രശ്നം തുമ്മും കര, അതാണ് കുഴപ്പം. തുമ്മി തുമ്മി വഴിയാധാരമായി പോകും. ഇന്ന് മീനമാസം 1-ാം തീയതിയാണ്. കുമ്പും കഴിഞ്ഞ് മീനായി. എല്ലായിടത്തും നല്ല മഞ്ഞാണ്. ഇപ്പം തണുപ്പിൻ്റെ അത് തീരെ പറ്റണില്ല. കോപ്പ് ഭയങ്കര തുമ്മലായിട്ട്. നമ്മുടെ വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കണം. ഇന്ന് 15-ാം തീയതി ആയില്ലേ. ദീപണ്ണ താഴെയാണ്. ഞാൻ അടിച്ചു വരക്ക് കഴിഞ്ഞു. നമ്മുടെ ഫാനിൻ്റെ കാല് ഇരിക്കുന്നുണ്ടോ? അതെ. അപ്പോൾ രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ചുമ്മാ ഫിസിയോതെറാപ്പി കഴിഞ്ഞിപ്പോൾ വന്നിരിക്കുകയാണ്. കിടന്നു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ചുമ്മാ ഇരിക്കുകയാണ് ഇങ്ങനെ. ചുമ്മാ നമ്മൾ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ചുമ്മാതെ ഇരിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഇങ്ങനെ റോട്ടിക്ക് നോക്കിയിരിക്കും. അപ്പോൾ ഇങ്ങനെ ബസ് പോകണമാണ്, വേറെ വണ്ടികൾ പോകണമാണ്. കുറച്ച് കഴിയുമ്പോൾ പോയി കിടക്കും, ഫിസിയോതെറാപ്പി ചെയ്യും. പിന്നെ നോട്ട് കുറച്ച് വായിച്ചു. അങ്ങനെ ഇരിക്കണ്ട. പിന്നെ അയ്യോ എന്ത് ചെയ്യുമ്പോൾ എന്നാലോചിച്ചിരിക്കുകയാണ്. നോട്ടെല്ലാം വായിക്കാം. കുഞ്ഞിപ്പെണ്ണ് വരുന്നുണ്ട്. ഹലോ മച്ചന്മാരൊക്കെ, നമ്മൾ ആദ്യം പറഞ്ഞതല്ലേ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് പോകേണ്ട വീഡിയോ അല്ലേ. എന്താ പരിപാടി ഇപ്പം നിങ്ങൾക്ക്? ഞായറാഴ്ചയാണോ സ്കൂള്? നാളെ അല്ലേ അംഗനവാടിയില്ലേ? ഒരു നൂലൊക്കെ എടുത്തിട്ട് വന്നതാ, വെള്ളത്തിൽ മുക്കി കളിക്കാൻ പറഞ്ഞിട്ട്. ഇതാ എടുക്കണം നൂലുണ്ട് അവിടെ. പാമ്പ് ഞങ്ങളെല്ലാവരും പണി ഇതന്നെ. താഴെ പൂമ്പെണ്ണ്, പിന്നെ കുറച്ച് നേരം കയറി വരും. പാട്ട് പാടിക്കൊടുക്ക്. കാട്ടുചെമ്പകം. പാട്ടില്ലേ? മറ്റേ ഇതൊക്കെ ഉള്ള അന്ന് അമ്മയും കുട്ടിയും പാടിയിട്ടുണ്ടായിരുന്ന ഒരു പാട്ടുണ്ട്. നല്ല പാട്ട്. നമ്മൾ ഉച്ചയ്ക്ക് വരാമെന്ന് പറയാം. മനുഷ്യന്മാരെ വല്ലാത്തൊരു അവസ്ഥയായി പോയി ഇന്നത്തെ ഒരു ദിവസം കേട്ടോ. ഉറങ്ങൊന്നും ചെയ്തിട്ടില്ല, കിടന്നു എഴുന്നേറ്റു. പിന്നെ ഇന്ന് അമ്മയ്ക്കൊക്കെ അയൽക്കൂട്ടുള്ളതല്ല, അപ്പോൾ അയൽക്കൂട്ടത്തിനൊക്കെ പോയി. കുഞ്ഞുപെണ്ണെ താഴെ ഉറങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ അതിനെ ഉള്ളതുകൊണ്ട് താഴെ പോയി. അപ്പം തന്നെ അത് എഴുന്നേറ്റ് വന്നു. ഇപ്പം ഞാൻ എന്തെല്ലാമൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദീപണ്ണ് വിളിച്ചു. പെട്ടെന്ന് വാട്സപ്പിൽ ഞാൻ ചാർജ് ഇട്ടേക്കായിരുന്നു ഫോണിൽ. എന്താ പറയുക, മൊത്തത്തിൽ എന്താ പറയേണ്ടതെന്നൊരു പിടുത്തം കിട്ടില്ല. നമ്മുടെ ദീപണ്ണ് വാട്സപ്പിൽ വോയിസ് കോൾ വിളിച്ചിട്ട് ഒന്ന് വാട്സപ്പിൽ
ഫോട്ടോ അയച്ചിട്ടുണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ പറഞ്ഞിട്ട് ഒരു ഷർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു അതിൻ്റെ ആണോ നോക്കിയപ്പോൾ വല്ലാത്തൊരു അടി കിട്ടിപ്പോയി. കാരണം ഞങ്ങൾ പരിചയം നമ്മളൊരു ഇവിടെ വയനാട്ടിൽ അമ്പലവിൽ നെല്ലാർച്ചാലാണ് ആ ചേട്ടൻ്റെ വീട്. അപ്പോൾ KSRTC ഡ്രൈവറാണ്. ഞങ്ങൾ +1 പഠിച്ച് ഒരു 2-3 മാസം ആകുമ്പോൾ തന്നെ ഞങ്ങൾ ബസ്സിൽ ഭയങ്കര കമ്പനി ആയതാണ്. പക്ഷേ ഇന്നേ വരെ പേര് ചോദിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്. പക്ഷേ ഭയങ്കര കൂട്ടാണ്. എവിടെ നിന്ന് കണ്ടാലും അമ്പലയിൽ ടൗണിൽ നിന്ന് കണ്ടാലും സംസാരിക്കുകയും ചെയ്യും. ഇപ്പോൾ ലാസ്റ്റായിട്ട് മോളെ ഇപ്പോൾ എനിക്ക് ഊര് ഉൾക്കണേൻ്റെ മുന്നത്തെ ലാസ്റ്റ് വെള്ളിയാഴ്ച പെണ്ണിനെ മോളോ അംഗനവാടിക്ക് പോകുമ്പോൾ മൂപ്പര് ബസ്സിൽ ഡ്രൈവറായിട്ട് വേണ്ട. അപ്പോൾ എന്നെ എപ്പോഴും കാണുമ്പോൾ ലൈറ്റ് ഇടും ചെയ്യും, ഹോൺ അടിക്കും ചെയ്യും, അതിൻ്റെ കൈയും കാണിക്കും, എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഒറ്റ സെക്കൻഡിൽ കാണിക്കും. അങ്ങനെ ചിരിച്ച് ഒന്ന് മാഞ്ഞു പോയതാണ് അന്ന്. ഇപ്പോൾ വിളിച്ചിട്ട് ആ ചേട്ടൻ മരിച്ചു പോയി എന്ന് പറയുന്നത് ഈ പെണ്ണ്. വല്ലാത്ത ഷോക്കായിപ്പോയി. കാരണം നമ്മൾ അറിയണത് നമുക്ക് പരിചയമുള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മളത് വല്ലാതെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. എത്രയുള്ളൂ മനുഷ്യന്മാരൊക്കെ കാര്യം. കാരണം കുറച്ച് ദിവസം കണ്ട ആൾ ഇന്നത്തേക്കില്ല. എന്തായാലും നമ്മുടെ മനുഷ്യന്മാരൊക്കെ ഒരവസ്ഥ. പക്ഷെ എനിക്ക് ഇവർ ചിരിക്കണം തന്നെ എൻ്റെ മനസ്സിൽ നിൽക്കുക. ഇപ്പോഴാണെങ്കിലും ഞാൻ ആദ്യം കഴിഞ്ഞ വർഷം എനിക്ക് ജനുവരിയിൽ ഫസ്റ്റ് എനിക്ക് ഫിസിയോതെറാപ്പി ഉണ്ടായിരുന്നു. ജനുവരി സ്റ്റാർട്ടിങ് 1-ാം തീയതി മുതൽ ജനുവരി ഫെബ്രുവരി 2 മാസത്തോളം ഫിസിയോതെറാപ്പി ഡെയിലി ചെയ്യാനുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഉച്ചയ്ക്ക് 11:45 മൂപ്പരിക്ക് ഉണ്ടാവും ബസ് 10:00 അപ്പോൾ അതിലാണ് ഞാൻ ഡെയിലി കയറി വരും. എന്നെ വീട്ടിൽ നടക്കണ്ട, അവിടുന്ന് സ്റ്റോപ്പിൽ നിന്ന് നടക്കണ്ട, എൻ്റെ നേരെ വീട്ടിൻ്റെ മുന്നേ തന്നെ എനിക്ക് കൊണ്ടുവന്ന് ഇറക്കി തരും. കാരണം ഇത്രയും പരിചയമുള്ളവരൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വിട്ടു പോകുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തോ ഒരു വല്ലാത്തൊരു ഇടങ്ങേറുന്നത്. നല്ലൊരു എന്ത് പറ്റിയെന്നൊന്നും അറിയില്ല. ഇന്ന് ടൗൺ ടീം വാട്സപ്പ് കൂട്ടായ്മ വമ്പലിൽ ടൗൺ ടീം വാട്സപ്പ് കൂട്ടായ്മന്ന് ഫോട്ടോ കെട്ടിയപ്പോൾ ദീപണ്ണ എനിക്ക് ഇട്ട് തന്നതാണ്. അത് വല്ലാത്തതായിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ചെയ്യാല്ലേ. ഇനിയുള്ള അങ്ങോട്ട് ദിവസം മൊത്തത്തിൽ കിളി മാറി കിടക്കുകയാണ്. കാരണം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളതും, കാരണം നമുക്ക് KSRTCയിലൊക്കെ 1-2 ആൾക്കാരുള്ളൂ പരിചയമുള്ളതൊക്കെ ആയിട്ടേ. കാരണം അത് +1 പഠിക്കുമ്പോഴുള്ള കൂട്ടാതെ ഈ പെണ്ണിനും അറിയാം. ഞങ്ങൾ ഇഷ്ടത്തിലാണ്. ഞങ്ങൾ കല്യാണം കഴിഞ്ഞൊക്കെ എൻ്റെ അടുത്ത് അന്ന് ചിലവ് ചോദിച്ചതാണ്, ഞാൻ ഈ വെയ്യാണ്ടായിരിക്കുന്ന ടൈമിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അയ്യോ സോറി അങ്ങനെ എന്തൊക്കെയോ മൂപ്പരിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, മൂപ്പര് ആത്മാവിന് ശാന്തി കിട്ടട്ടെ. അല്ലാതെ ഇപ്പം എന്താ ചെയ്യാല്ലേ. ഇത്രയുള്ളൂ മനുഷ്യന്മാരുടെ കാര്യം. ഇതിനാണ് അഹങ്കാരം കുശുമ്പും കുന്നായ്മയൊക്കെ ആയിട്ട് ഇങ്ങനെ സ്ഥലത്തിൻ്റെ അതിരി കച്ചറയും മറ്റേതും മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വൈരാഗ്യം ദേഷ്യമൊക്കെ മനസ്സിലിട്ടുകൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം, ഒരു കാര്യമില്ല. ഓരോ മിനിറ്റ് സെക്കൻഡ് നമ്മൾ ഈ കണ്ണടച്ച് തുറക്കുന്ന ടൈമിൽ ആരൊക്കെ പോകുന്നുണ്ടോ ഒന്നും അറിയില്ല. ഇത്രയുള്ളൂ മനുഷ്യന്മാരുടെ കാര്യം. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം എന്തായാലും.